ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനം. ഇന്ന് ജൂൺ 29, ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ 10-ാം അധ്യായം. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ വേറിട്ട് മാറ്റി നിർത്തി ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കേണ്ടതിന് നീ അല്പം മാറി നിൽക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ അവസാനിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു. തൈലപാത്രം എപ്പോഴും ഒഴിക്കുന്നത് അഭിഷേകമാണ്. അവന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ്, യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിൻ്റെ അതിരിങ്കിലെ സഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്ക് അരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നു. നിൻ്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അപ്പോൾ ഇതൊരു അടയാളമാണ്. നിന്നെ ഇസ്രായേലിൻ്റെ നായകനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിനൊരു അടയാളമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീ തിരിച്ചു പോകുന്ന വഴി അത് സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ലെങ്കിൽ അത് വിശ്വസിക്കേണ്ട, അത് സംഭവിച്ചാൽ അത് വിശ്വസിക്കണം. അതാണ് അടയാളത്തിൻ്റെ പൊരുൾ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും. അപ്പം നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. അതാണ് അങ്ങനത്തെ അടയാളം കൊടുക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പോകുന്ന കാര്യം സംഭവിക്കുന്നു. അവിടെ വെച്ച് അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയാവും. എന്നിട്ട് ബഥേലിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ട് പോകുമ്പം സംഭവിക്കാനിരിക്കുന്നത്, താബോറിലെ കരുവേലത്തിനരി എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിനുശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കിടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടി പൂജാഗിരിയിൽ ഇറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് ഒരു പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇത് 2-ാമത്തെ അടയാളം. ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളുക. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗം കഴിപ്പാൻ ഞാൻ നിൻ്റെ അടുക്കൽ വരും. അപ്പോൾ ഗിൽഗാലിൽ പോയി ഒരുങ്ങിയിരിക്കണം. അവിടെ ഞാൻ നിൻ്റെ അടുക്കൽ വരും. വന്നിട്ട് നമുക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളും 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവർ വിട്ടുപിരിഞ്ഞു. ദൈവം ഈ ശൗലിന് വേറൊരു ഹൃദയം കൊടുത്തു, വേറൊരു മനസ്സ് കൊടുത്തു. ഈ അടയാളങ്ങളൊക്കെ അന്ന് തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പം അടയാളങ്ങൾ ഒന്നല്ല 2 അടയാളം പറഞ്ഞു. 2 അടയാളവും സംഭവിച്ചു. അത് ശൗലിനെ സംബന്ധിച്ച് ശൗലിൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി. നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ ചെറിയ ഗോത്രം, ചെറിയ കുടുംബം, അതിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ, എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ശൗല് ഇന്ന് അതിൻ്റെ വിശ്വാസത്തിലേക്ക് വരികയാണ്. അവിടെ നീ പറഞ്ഞ പോലെ പ്രവാചകണം, നേരത്തെ പറഞ്ഞ കാര്യം അവിടെ സംഭവിച്ചു. പ്രവാചകണം വരുന്നു. അപ്പോൾ അവിടെ കൂട്ടത്തിൽ നിന്നിട്ട് ഈ ശൗലും പ്രവചിക്കുകയാണ്. അപ്പം വേറൊരു മനുഷ്യനായി മാറുകയാണ്. അപ്പോൾ അവിടെ ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കഴുതകളെ തിരയുന്ന കാര്യം അതും സംഭവിച്ചു. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രൈമരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രമായും സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പിൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്തു വരുമാറാക്കി. എന്നിട്ട് അവിടെ വെച്ച് ഇവരുടെ കണ്ണിന് മുമ്പിൽ ഇത് കാണണമല്ലോ. ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരി തന്നെ. ആ ദൈവം തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ദൈവം തിരഞ്ഞെടുത്താണെന്ന് അവർക്ക് പ്രകടമായി തന്നെ അവർക്ക് മനസ്സിലാകണം. അതിന് 12 ഗോത്രങ്ങളെ 12 ചീട്ടിട്ടിട്ട് എടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഈ ബെന്യാമിൻ ഗോത്രം അതിൽ നിന്ന് തിരഞ്ഞെടുത്തു വന്നു. അതായത് 12 ചീട്ടിടുന്ന അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. അത് ഈ ചീട്ടിടുന്ന അറിയാമല്ലോ. അങ്ങനെ എടുത്തപ്പം അവിടെ ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. പിന്നെ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബമായി എടുത്തു വരാൻ ഇറങ്ങി. അപ്പോൾ ഓരോ കുടുംബങ്ങളുടെയും പേരിട്ടിട്ട് ആ ലോട്ടെന്ന് പറഞ്ഞ നറുക്കെടുത്തപ്പോൾ മത്രി കുടുംബത്തിന് ചീട്ട് വീണു. അപ്പം പിന്നെ ബാക്കി എല്ലാവരും പോയി. പിന്നെ മത്രി കുടുംബത്തിൽ
ഓരോരുത്തരെയായിട്ട് വീട്ടിൽ ചീട്ടിട്ടപ്പം കീശിൻ്റെ മകനായ ശൗലിനാണ് ചീട്ട് വീണത്. അവർ അവനെ അന്വേഷിച്ചപ്പോൾ അവിടെ കണ്ടില്ല. അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒളിച്ചിരുന്നത് കണ്ടുപിടിച്ച് ജനത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നപ്പം എല്ലാവരേക്കാളും അവന് തോൾ മുതൽ പൊക്കമുണ്ടായിരുന്നു. അവൻ്റെ ഏറ്റവും പൊക്കമുള്ള ആൾ വരെ അവൻ്റെ തോൾ വരെ ഉണ്ടായിരുന്നുള്ളൂ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ. അപ്പം സർവ്വജനവും അവനെ കണ്ടു, ശൗലിനെ കണ്ടു. അപ്പോൾ ജനമെല്ലാം ഇതുപോലെ ഒരുത്തൻ കോമളനും പൊക്കമുള്ളവനും ശരീരം ഒക്കെ ഉള്ളവനുമായ ഒരുവൻ ഈ കൂട്ടത്തിൽ വേറെ ഇല്ലല്ലോ എന്നവർ പറയുന്നു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവായിട്ട് ജനം ഈ ശൗലിനെ സമ്മതിക്കുന്നു, അവർ ഏറ്റെടുക്കുന്നു, ആ രാജാവിനെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന് ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ ഒരിക്കൽ കൂടി പറഞ്ഞു കേൾപ്പിച്ചു. നേരത്തെ ജനമില്ല, ഇപ്പോൾ ജനമെല്ലാവരും ഉണ്ട്, 12 ഗോത്രങ്ങളുണ്ട്. അതൊരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ഏതാണ്? ഈ രാജാവ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഒരു രാജധർമ്മം ഉണ്ടല്ലോ, അത് യഹോവയുടെ ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകത്തിൽ എഴുതിയാണ് നമ്മളിപ്പോൾ നേരത്തെ വായിച്ചത്. എഴുതി ഒരു പുസ്തകത്തിൽ വെച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരു ആൾക്കൂട്ടം ശൗലിനോട് കൂടെ പോയി. രാജാവല്ലേ, രാജാവിൻ്റെ കൂടെ രാജാവിനെ സഹായിക്കാനും രാജാവിൻ്റെ കൽപ്പനകൾ കേൾക്കാനും രാജാവ് നടത്തുന്ന കാര്യങ്ങൾ ചെയ്യാനും രാജാവ് അയക്കുന്നിടത്ത് പോകാനും ഒക്കെ ആയിട്ട് മനസ്സിൽ കുറേ ആൾക്ക് തോന്നി, ഞങ്ങൾ രാജാവിൻ്റെ കൂടെ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ടവും ഈ ശൗലിനോട് കൂടെ പോയി. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ച കൊണ്ടുപോകാനായിരുന്നു, അവനോ അത് ഗണ്യമാക്കി. അപ്പോൾ ഈ ശൗലിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ്. ശൗലിനെ എതിർത്ത് കുറച്ച് ആൾക്കാർ, കുറച്ച് നീചന്മാർ, ഇവനെങ്ങനെ നമ്മൾ രക്ഷിക്കും, ഇവനാര്, ഇവനെ പാമ്പ്ര എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച അവിടെ സംഭവം നടക്കുന്നില്ല. അത് മാത്രമല്ല, അവർ ഈ ശൗലിൻ്റെ കാഴ്ചയൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ ഇവിടെ ഈ സംഭവിക്കുമ്പോഴും ശൗല് അതിനെ കാര്യമാക്കുന്നില്ല. കാരണം ശൗല് ഒരു രാജസ്ഥാനത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. ശൗലിൻ്റെ ഇന്നത്തെ മാനസികാവസ്ഥയിൽ തനിക്ക് എന്തെന്നോ വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു, താൻ യോഗ്യനല്ല, താൻ അയോഗ്യനായിരിക്കെ ഇതിങ്ങൻ്റെ കാര്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ മനസ്സ്, ആ ഒരു താഴ്മയുള്ള മനസ്സ്, വഴക്കുണ്ടാക്കാത്ത മനസ്സ്, അത് സാരമില്ല എന്ന് കരുതുന്ന ഒരു മനസ്സ്, ആ മനസ്സിലാണ് ഇന്ന് ശൗൽ എന്ന മനുഷ്യൻ ഉള്ളത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ യേശുക്രിസ്തു വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചു. യേശുക്രിസ്തുവിനെ വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിൻ്റെ അവസ്ഥ, യേശുക്രിസ്തുവിൻ്റെ കാലം, ആ ഒരു കാലമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളേക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശുദ്ധമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർത്തിക്കട്ടെ, തടുത്ത് കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഇസ്രായേലിന് ഒരു രക്ഷകനായി യേശുക്രിസ്തുവിനെ ആക്കുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത്, 5-ാമത്തെ വാക്യം 54-5, നിന്റെ സ്രഷ്ടാവാകുന്നത് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നവൻ്റെ നാമം. ചിലർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കാം. അപ്പം നമ്മളെങ്ങനെയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവമാണ് യഹോവ, അത് നമുക്കറിയാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതുപോലെ ഇസ്രായേലിൻ്റെ രാജാവാണ് യഹോവയായ ദൈവം. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ പിതാവാണ്, മക്കളാണ് പിതാവാണ് യഹോവയായ ദൈവം. അതുപോലെ നമ്മളിവിടെ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഒരു സ്ത്രീ ആയിട്ട്, ഒരു കന്യകയായിട്ട്, ഒരു വധുവായിട്ടും ഒക്കെ കണ്ടിട്ട് ആ ഇസ്രായേൽ എന്ന സ്ത്രീയുടെ ഭർത്താവായിട്ടും ദൈവത്തെ അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മക്കൾക്ക് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പല്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ റിലേഷൻഷിപ്പ് എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ദൈവവും ദൈവജനവുമായിട്ടുള്ള ബന്ധം. അതൊരു പൂർണ്ണതയെ കുറിക്കുന്നതാണ്. എല്ലാ തരത്തിലും, എല്ലാ റിലേഷൻഷിപ്പിലും ദൈവവും ദൈവജനവുമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധത്തെ ഏറ്റവും പെർഫെക്റ്റായിട്ട്, ഏറ്റവും കൃത്യമായിട്ട്, ഏറ്റവും വലിയ ബന്ധമായിട്ട് അതിനെ കാണിക്കുകയാണ് ഈ ഓരോ റിലേഷൻഷിപ്പിലൂടെ. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ വായിക്കുന്നത്, നിൻ്റെ സ്രഷ്ടാവാകുന്നു നിൻ്റെ ഭർത്താവെന്ന്. അത് നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, സർവ്വഭൂമിയുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടുന്നു. താഴോട്ട് വായിക്കുന്നത്, അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും.
എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു വീണ്ടെടുപ്പുകാരൻ നമ്മൾ റൂത്തിൻ്റെ ഒരു വീണ്ടെടുപ്പുകാരനായ ബോവസിനെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ വീണ്ടെടുപ്പുകാരൻ എന്തായി പിന്നീട്? ആ വീണ്ടെടുപ്പുകാരൻ രൂത്തിന് ഭർത്താവായി. അപ്പോൾ ഇവിടെ വീണ്ടെടുപ്പുകാരൻ യഹോവ അരുളിച്ചെയ്യുന്നു, ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. അത് സത്യമല്ലേ? അതിപ്പോൾ എത്ര നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി, ഇപ്പോഴും ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ രക്ഷ ഒന്നും ഇസ്രായേലിനെ വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും അത് അവർ ദൈവത്തിൻ്റെ ജനമാണ്. അവർ പല കുറ്റങ്ങളും ചെയ്യുന്നുണ്ട്, പല കുറവുകളുണ്ട് അവർക്ക്. അവരിന്നും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലല്ല. ക്രിസ്തുവിനെ ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. ഒക്കെ ആയിരിക്കുമ്പോഴും ദൈവം അവരെ വിളിച്ചതും അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് ഈ വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത പ്രകാരം, പറഞ്ഞ വാക്കിൻ പ്രകാരം, നിങ്ങളെ ഞാനൊരു വിശുദ്ധ ജനവും സ്വന്തം ജനവുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധ പുരോഹിത വർഗം ആണ്, രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറഞ്ഞതിൽ ഒരു മാറ്റവും ദൈവമെതിരെ വരുത്തിയിട്ടില്ല. പക്ഷെ അവർ പല കാര്യങ്ങളിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ, ദൈവത്തിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിന്നെ ശിക്ഷിക്കാൻ കാലാകാലങ്ങളിലും പലരെ എഴുന്നേൽപ്പിക്കുന്നതിനെയൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഈ ജനത്തോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജനത്തെ കൈവിട്ടിട്ടില്ല. ജനം എൻ്റെ ജനം തന്നെയാണ് ഇന്നും എന്നും എന്നേക്കും എന്ന് വീണ്ടും ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ അതിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് നമ്മളെയും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. നമ്മൾ ഇന്നൊരു ആത്മീയ ഇസ്രായേലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെയും അവിടെ ഒരു വേർതിരിവും വച്ചിട്ടില്ല. ആ അബ്രഹാമിൻ്റെ രക്തബന്ധത്തിലുള്ള മക്കളെയും വിശ്വാസത്താൽ ജനിച്ച് അബ്രഹാമിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി, യേശുവിൻ്റെ സഹോദരനായി മാറി നമ്മൾ ഓരോരുത്തരെയും ദൈവം വേറൊന്നായിട്ട് വെച്ചിട്ടില്ല, മാറ്റി കണ്ടിട്ടില്ല. നമ്മളെയും യഥാർത്ഥ ഭൂമിയിലെ ഭൗമിക ഇസ്രായേലിനെയും ഒരേ മക്കളായിട്ടാണ്, ദൈവത്തിൻ്റെ മക്കളായി തന്നെയാണ് ദൈവം കാണുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ സത്യത്തിൽ നമ്മൾ നിൽക്കണം, സത്യം അറിയണം, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ആ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് ഈ ബൈബിളിൽ അവിടെ അന്വേഷിച്ചിട്ടാണ്. ആരും പറഞ്ഞു കേൾക്കുന്നതല്ല, മറിച്ച് പറഞ്ഞു കേട്ടാൽ തന്നെ അത് ഈ ബൈബിളിലുള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരം വ്യക്തിപരമായി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് എന്ന് കൂടി ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. മൂന്നാമത്തെ വായനാഭാഗം വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങൾ. കാഴ്ചകൾ തുടരുകയാണ്. പിന്നെ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ച, 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ 7 ദൂതന്മാരിൽ ഒരാൾ വന്നിട്ട് യോഹന്നാനോട് സംസാരിക്കുകയാണ്. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വായിക്കേണ്ട ആ വാക്യം ശ്രദ്ധിക്കേണ്ടത്, അവൻ എന്നെ ആത്മാവിൽ, ആ ദൂതൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മരുഭൂമിയിലേക്ക് പോയില്ല. നേരത്തെ നമ്മൾ വായിച്ച പോലെ ഒരു വിവശതയിലായി അങ്ങനെ പല കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആത്മാവിൽ മരുഭൂമിയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവിടെ മരുഭൂമിയിലേക്ക് യഥാർത്ഥത്തിൽ പോയില്ല, ഫിസിക്കലി മരുഭൂമിയിലേക്ക് പോയില്ല. പക്ഷെ മനസ്സ് മരുഭൂമിയിലേക്ക് ചെല്ലുകയും മരുഭൂമിയിൽ ഈ പറയുന്ന കാഴ്ചയൊക്കെ കാണുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിടെ ഒരു മരുഭൂമിയിലേക്ക് ഒരു യാത്ര സംഭവിച്ചില്ല. പക്ഷേ ഈ വിഷയത്തിലായിരുന്ന അദ്ദേഹം, ഇപ്പം നമ്മളും അറിയാമല്ലോ, നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ നമ്മൾ പല സ്ഥലത്തും പോവും, പലരോടും സംസാരിക്കും, പല പറയുന്നത് കേൾക്കും, പല ആഹാരം കഴിക്കും, വെള്ളം കുടിക്കും, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും. കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ പലയിടത്തും നമ്മൾ പോവും, പലതും സംസാരിക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ ഇദ്ദേഹം ഫിസിക്കലി എങ്ങോട്ടും പോയിട്ടില്ല. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മരുഭൂമിയിലേക്ക് ചെന്നു. മരുഭൂമിയിൽ എത്തിയതായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഞാനിപ്പോൾ മരുഭൂമിയിൽ നിൽക്കുകയാണ്. അവിടെ 10 കൊമ്പും ഉള്ളതായി, 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൈവനാമങ്ങൾ നിറഞ്ഞ ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ ഈ മരുഭൂമിയിൽ കാണുന്ന കാഴ്ചയാണ്. 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ആ സ്ത്രീ
ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം അവിടെ എഴുതിയിരിക്കുന്ന മർമ്മം എഴുതിയിരിക്കും മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്, മർമ്മം എന്ന് പറഞ്ഞിട്ട്. ഇത് യഥാർത്ഥത്തിലൊരു സ്ത്രീയായിട്ടോ ഒരു അമ്മയായിട്ടോ മാതാവായിട്ടോ ഒന്നും ആരും കാണരുത്. മറിച്ച് മനുഷ്യനെ തെറ്റിച്ച ഒരു കേന്ദ്രത്തെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു അധികാരത്തെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മാനുഷികമായ ഒരു കാര്യത്തെയാണ് ഇവിടെ കാണുന്നത്. അത് മനുഷ്യനെ ഇന്ന് ഭൂമി മുഴുവൻ തെറ്റായി കിടക്കുന്ന ബൈബിളിലില്ലാത്ത വിശ്വാസത്തിലേക്ക് നയിച്ച് നമ്മളെ കൊണ്ടുപോയ ഭൂമിയിലെ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ ബൈബിൾ സത്യത്തിൽ നിന്നും മാറി നടക്കാൻ പ്രേരിപ്പിച്ച അവരെ നടത്തിയ അധികാര കേന്ദ്രത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ നശിച്ചു പോകുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞു, നീ ആശ്ചര്യപ്പെടുന്ന എന്ത്? സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെ മർമ്മം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ത്രീ എന്ന് കണ്ടതും അവളെ ചുമക്കുന്ന 7 തലയും 10 കൊമ്പും എന്ന മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ കണ്ടോളൂ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഇപ്പോൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് പറയുന്ന സമയത്തില്ല, ഇനി വരാനിരിക്കുന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് 1-ാം നൂറ്റാണ്ടിലാണല്ലോ. വീണ്ടും അത് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന അത് മുമ്പ് ഈ ദൈവജനത്തെ തെറ്റിച്ചവർ ഇന്ന് ഈ പ്രവചനം എഴുതുന്ന സമയങ്ങളിൽ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് ഇന്നതില്ല, ഇനി അത് വീണ്ടും വരും എന്നുള്ളതാണ്. വിശുദ്ധന്മാർ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞു, നീ ആശ്ചര്യപ്പെടുന്നത് അത് കാണിച്ചു തരാം. ശരി. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാരുമാകുന്നു. അപ്പോൾ 7 തലയും 7 മലയും ഒക്കെ പറയുമ്പോൾ 7 മലയെന്ന് പറയുന്നത് 7 രാജ്യങ്ങളോ അല്ലെങ്കിൽ 7 പ്രോവിൻസുകളോ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതിൽ 7 രാജാക്കന്മാർ ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അധികാരത്തിൽ തന്നെയാണ് അവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഈ വാക്യങ്ങളൊക്കെ. ഈ മർമ്മം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാണ്. കുറച്ചുനാൾ അവൻ ഇരുന്ന് ദോഷങ്ങളൊക്കെ ഉണ്ടാകും, ഇപ്പം ഭരിക്കും. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 വരയിൽ ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവിടെ നമ്മൾ ഈ മൃഗത്തെ കാണുന്നതും ഒക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ അധികാരത്തെയും മനുഷ്യനെയും ഒക്കെ തന്നെ നമ്മൾ കാണണം. എന്നിട്ട് അതിൻ്റെ അവസാനം 17-ാം അധ്യായത്തിൻ്റെ അവസാനം നീ കണ്ട സ്ത്രീയെക്കുറിച്ചുള്ള മർമ്മം അവിടെ പറയുക. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. അത് 17-4 നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ വായിച്ചതിൽ. ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ് സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള ഒരു സ്ത്രീയല്ല, അതൊരു ദേശമാണ്, ഒരു അധികാരമാണ്, ഒരു മഹാനഗരമാണ്, ഒരു രാജ്യമാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് മനുഷ്യൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു അധികാര കേന്ദ്രമാണ്. അത് നമ്മൾ ദൈവം ഇവിടെ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ തെറ്റിപ്പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. തെറ്റാതിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്കിത് ഇവിടെ തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് കണ്ടു. അവിടെയാണ് ഒരു വിളി കേൾക്കുന്നത്, മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന്. അപ്പോൾ ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഈ ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള ഈ രാജ്യത്വം, ഈ മഹാനഗരം, അത് നശിച്ചുപോയി. അവരാണ് ഭൂമിയിൽ എല്ലാവരെയും വഴിതെറ്റിച്ചത്, സത്യത്തിൽ നിന്ന് അകലാൻ പ്രേരിപ്പിച്ചത്. കാരണം എന്താണെന്നറിയാമോ? അവരൊരു കാലത്ത് ഭൂമിയിൽ എല്ലായിടവും അവരുടെ അധികാരമുണ്ടായിരുന്നു. ഭൂമി മുഴുവനും അവരുടെ അധീന പ്രദേശങ്ങളായിരുന്നു. ഭൂമി മുഴുവൻ അവർ ഭരിച്ചിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അവർ ഭരിച്ചിരുന്ന കാലത്ത് അവർ ഒരു വിശ്വാസത്തിൽ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് അതിനകത്ത്
വചനത്തിലില്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുകയും അവർക്ക് അധികാരമുള്ളായിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഈ വിശ്വാസം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ളവരൊക്കെ ഇതാണ് വിശ്വാസം. അന്ന് അക്കാലത്ത് ബൈബിളില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. മലയാളത്തിൽ ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ട് തന്നെ ഒരു 200 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ. 1900 2000 വർഷമായിട്ട്, അല്ലെങ്കിൽ 1800 വർഷമായിട്ട് പോട്ടെ, 1500 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? അവരുടെ കയ്യിൽ പുസ്തകമില്ല. പറഞ്ഞു കേട്ടതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് തലമുറയായി ഈ തെറ്റായ വിശ്വാസം, തെറ്റായ അറിവ് പകർന്നു കൊടുത്തു. പ്രത്യേകം ഓർക്കണം, പരിശോധിക്കാൻ അവരുടെ കയ്യിൽ അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിളില്ലാത്ത കാലത്ത് ബൈബിളുണ്ട്, ഹീബ്രു ബൈബിളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഗ്രീക്കിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? എങ്ങനെയാണ് മലയാളിയായിരിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്. അപ്പോൾ ഇന്നും നമ്മളിത് പരിശോധിക്കാൻ തയ്യാറായില്ലെങ്കിൽ കുറ്റം നമ്മുടെ മേൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇവിടെ ആ ബാബിലോൺ വീണുപോയി, ഈ ലോകത്തെല്ലാവരെയും വഴിതെറ്റിച്ച ആ അധികാരശക്തി, രാജ്യത്വം വീണുപോയി. അതെന്താണെന്നൊക്കെ ഞാൻ വിശദമായി പറയുന്നില്ല. അതൊക്കെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു ചിന്ത കേൾക്കുന്ന താങ്കൾക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് വേറെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവർ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവിൻ. ആരാണ്? ഈ ദുരുപദേശത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന്, ആ കേന്ദ്രത്തിൽ നിന്ന്, ആ രാജ്യത്തിൽ നിന്ന്, ആ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുവാനും അവളെ വിട്ടു പോരുവിൻ. അവൾ ആരെന്ന് നേരത്തെ പറഞ്ഞല്ലോ, നീ കണ്ട അവൾ ആരെന്ന്. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അതിന് ദൈവം ഒരു കാലത്ത് ഈ ദ്രോഹം ചെയ്ത ഇവരെ നശിപ്പിക്കുമെന്നാണ്. ഇതുവരെ നശിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിത് വായിക്കുന്ന സമയം അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് നശിപ്പിക്കപ്പെടും. ഇന്നും അത് അധികാരത്തോടു കൂടി തന്നെ ഈ ലോകത്തുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. പിന്നെ നമ്മൾ വായിക്കുന്നത്, അവളോടുകൂടെ വേശ്യാസംഗമം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ദൂരത്തു നിന്ന് കണ്ടുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞ് മാറത്തടിച്ചും കൊണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പുള്ള ആളുകളുണ്ട്. ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും അവരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അവർ തകരുമ്പോൾ, അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകല സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മറമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, എണ്ണ, വീഞ്ഞ്, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വ്യാപാരം ചെയ്യുകയും സ്വന്തമാക്കുകയും അതിൻ്റെയൊക്കെയും പുറത്ത് അധിവസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒന്നും ലോകത്ത് അന്യമായിട്ടില്ല. എല്ലാം അവർക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവിടെയാണ് ഈ നഗരമാണ് വീണുപോയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായിട്ട്, അപ്പോൾ അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിലും അവരെ കൊണ്ട് സമ്പന്നരായവർ ഒരുപാട് പേര് ലോകത്തുണ്ട്. ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, ഒക്കെയുണ്ട്. അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുപ്പ് ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, അതൊരു സ്ത്രീയെല്ലാം നമ്മൾ നേരത്തെ കണ്ടു, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. അപ്പോൾ കപ്പലേറി പോകുന്ന ഏവനും ദൂരവും നോക്കുമ്പോൾ അപ്പോൾ കപ്പലിൽ നിന്ന് കാണാവുന്ന ഒരു ദേശമായിരിക്കണം. ഓരോ ദിക്കിലേക്കും കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ ജോലി ചെയ്യുന്നവരൊക്കെയും ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ട് അപ്പോൾ ഏത് ദൂരത്തുള്ളവരും ഈ വാർത്ത അറിയും. അത് രഹസ്യമായി നടക്കുന്നൊരു കാര്യമല്ല അതിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അവർ നിലവിളിച്ചു പറയുന്നതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ. അപ്പോൾ ഈ മഹാനഗരമാണ് ഈ സ്ത്രീ എന്ന് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. അവളെ കൊണ്ട് കരയാനല്ല, കരയുന്നവർ ലോകത്ത് ഒരു പലരും കാണും. പക്ഷേ ഈ ദൈവജനത്തോട് പറയുന്നത് അവളെ ചൊല്ലി കരയല്ല, ആനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം
അവൾ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകരുമായുള്ളവരോടൊക്കെ അവൾ ചെയ്തത്, അവൾ കൊല ചെയ്തത്, അവരെ പീഡിപ്പിച്ചത്, അവരെ നശിപ്പിച്ചത്, അവരെ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത്, അങ്ങനെ വലിയൊരു കുറ്റം അവളുടെ മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവളെ ചൊല്ലി സന്തോഷിക്കുക. ലോകം അവളെ ചൊല്ലി സന്തോഷിക്കത്തില്ല, കാര്യം നിലവിളിക്കും. ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു. ഇനി അതിനെ കാണുകയില്ല, ഇനി ആ സംഗതി ഇല്ല, ആ മഹാനഗരം ഇല്ല, അത് പൂർണ്ണമായും നശിച്ചില്ലാതാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അത് അന്വേഷിക്കുക എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇന്നതാണെന്ന് പറഞ്ഞ് ഞാനതിനെ ക്ലോസ് ചെയ്യുന്നില്ല. മറിച്ച് ബൈബിളിലെ വചനങ്ങളൊക്കെ സത്യമായതാണ്. ബൈബിളിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില സൈനുകൾ അല്ലെങ്കിൽ ചില അടയാളങ്ങൾ, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ അടയാളം സംഭവിക്കാനിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് മനസ്സിലാക്കും. പിന്നെ ഈ രാജ്യത്തിനെ അല്ലെങ്കിൽ രാജ്യത്വത്തിനെ മൃഗത്തോടും അല്ലെങ്കിൽ സ്ത്രീയോടും ഉപമിക്കുന്ന രചനാശൈലി, ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ദൈവം ചെയ്ത് കാണിച്ച് യോഹന്നാനോട് നീ കണ്ടത് എഴുതി വെക്കാനാണ് പറയുന്നത്. അപ്പോൾ കണ്ടതാണ് എഴുതി വെക്കുന്നത്. കണ്ടതിനെ ഇന്നതാണെന്ന് വ്യാഖ്യാനിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, പറയാത്തതൊന്നും ദൈവം എഴുതിയിട്ടില്ല. എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ച് കൃത്യമായി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു മഹാനഗരമാണ്. 7 മലയും 7 രാജാക്കന്മാരുമുള്ള ഒരു മഹാനഗരം. അതിന്ന് ഭൂമിയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. 3 വായനാഭാഗങ്ങളും ഇവിടെ അവസാനിച്ചു. നമ്മൾ പുതിയ വായനാഭാഗങ്ങളുമായി നാളെ വീണ്ടും കണ്ടുമുട്ടും. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. കേട്ടിരുന്ന താങ്കൾക്ക് പ്രത്യേക നന്ദിയും അറിയിക്കുന്നു.